ഇവിടെ ഒരു ചെറിയ കുട്ടിക്ക് ഒരു സ്ട്രേഞ്ച് ആയ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവളെ മാത്രം ഒരു ക്ലാസ്സിൽ പൂട്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് ഓടിപ്പോയി. കുട്ടിയും പേടിച്ച് ഒറ്റയ്ക്ക് ക്ലാസിന്റെ ഒരു മൂലയിൽ ഇരിക്കുകയാണ്. വേറെ ആർക്കും സ്പ്രെഡ് ആകാതെ സേഫായി കൂട്ടിക്കൊണ്ടു പോകുന്നതിന് പ്രൊട്ടക്ഷൻ എല്ലാം വിട്ട് കുറച്ച് സോൾജേഴ്സ് അകത്തു വന്നത് വേറെ ആർക്കും സ്പ്രെഡ് ആകാതിരിക്കാൻ അവളുടെ ബോഡിയിൽ മരുന്ന് സ്പ്രേ ചെയ്തു. ഇപ്പൊ അവളെ കണ്ടാൽ തിരിച്ചറിയാൻ കൂടെ പറ്റാത്ത രീതിയിൽ ദേഹത്ത് ഫുള്ള് പൗഡറാണ്. ഇവർ ഈ ചെയ്യുന്നത് കണ്ട് ആ കുട്ടി തന്നെ പേടിച്ച് കരയാൻ തുടങ്ങി. അതിനുശേഷം അകത്തു നിന്ന് ആംബുലൻസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതും അവളുടെ അച്ഛൻ കണ്ടു. അയാളെ കണ്ടതും കുട്ടിയും രക്ഷിക്കൂ അച്ഛ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്നാൽ ചുറ്റിലുള്ള സോൾജേഴ്സ് ആരും തൊട്ടടുത്ത് പോലും പോകാൻ സമ്മതിക്കാത്ത രീതിയിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. കാരണം വന്നിരിക്കുന്ന വൈറസ് അത്രയും സ്പീഡിൽ പടർന്ന് കുറെ പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. കൂടാതെ ആ കുട്ടിയുടെ കൂടെ പഠിച്ചിരുന്ന എല്ലാ കുട്ടികളെയും ഒരു ഹാളിലേക്ക് വരുത്തി ഐസൊലേറ്റ് ചെയ്തു. ഇത് കണ്ട ടീച്ചറും ഞാൻ ഇപ്പോഴാണ് വന്നത്, എന്നെ മാത്രം പുറത്തേക്ക് വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നാൽ അവൾ പറയുന്നത് പോലും ശ്രദ്ധിക്കാതെ ആ ഫുള്ള് സ്കൂൾ തന്നെ സീൽ ചെയ്ത് അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. ആക്ച്വലി ഈ വൈറസ് ബാധിച്ച ഒരുത്തൻ ഒരു നദിയിലേക്ക് പോയി വീണു. ആ വെള്ളം ഒരു നാട്ടിലേക്ക് വന്നു. അങ്ങനെ ആ ലോകം തന്നെ ഫുള്ള് സ്പ്രെഡ് ആകാൻ തുടങ്ങി.